വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് കേരളത്തിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയെ തുടർന്ന് സംസ്ഥാനത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏജൻസികൾ പ്രതിരോധത്തിൽ. കേന്ദ്ര ഏജൻസികൾ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സെൻട്രൽ വാട്ടർ കമ്മീഷൻ എന്നിവയിലെ ഉദ്യോഗസ്ഥരാണ് വിഷമസന്ധിയിലായത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ടാണോ മന്ത്രി അമിത്ഷാ പരാമർശിച്ചതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പരിശോധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലാണ് കേരള സർക്കാരിന് കേന്ദ്ര ഏജൻസികൾ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. കേരള സർക്കാരിന്റെ നിസ്സംഗതയാണ് ഇത്രയും വലിയ ദുരന്തം വരുത്തിവെച്ചതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ അമിത്ഷായുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിഷേധിച്ചിരുന്നു. ചീഫ് സെക്രട്ടറി വി വേണു ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കേന്ദ്ര ഏജൻസികളുടെ ദൈനംദിന റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളും ലഭിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമാണ് അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. പ്രത്യേക മുന്നറിയിപ്പ് നൽകാതിരുന്നതിനാൽ ദുരന്ത ലഘൂകരണത്തിന് ബുദ്ധിമുട്ട് നേരിട്ടു. പ്രതികൂല കാലാവസ്ഥയിൽ ആളപായ സാധ്യതയുണ്ടെന്ന സൂചന നൽകുകയോ റെഡ് അലർട്ട് പുറപ്പെടുവിക്കുകയോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചെയ്തിട്ടില്ല. ഉരുൾപൊട്ടലുണ്ടായത് ജൂലൈ 30 പുലർച്ചെയാണ്. അന്ന് രാവിലെ 6 മണിക്കാണ് വയനാട്ടിലെ ഓറഞ്ച് അലർട്ട് മാറ്റി റെഡ് അലർട്ട് ആക്കിയതെന്നും സംസ്ഥാനം പറയുന്നു. 24 മണിക്കൂറിനിടെ 200 മില്ലിമീറ്ററിലേറെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത്. IMDക്ക് വയനാട്ടിൽ 3 മഴ നിരീക്ഷണ കേന്ദ്രങ്ങളും 7 ഓട്ടോമാറ്റിക് കാലാവസ്ഥാ സ്റ്റേഷനുകളും 3 ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷനുകളുമുണ്ട്. കൂടാതെ അവർക്ക് കൊച്ചിയിൽ ഒരു റഡാർ സംവിധാനമുണ്ട്. അതിലൂടെ വയനാട് പോലെയുള്ള വിദൂര സ്ഥലങ്ങളിലെ പോലും തത്സമയ കാലാവസ്ഥാ ഡാറ്റ അറിയാനാകും. ഓരോ അരമണിക്കൂറിലും റഡാർ ഡാറ്റ പരിശോധിക്കുന്നുണ്ട്. തുടർച്ചയായ മഴയെ തുടർന്നുള്ള അപകട സാധ്യത സംബന്ധിച്ച് അധികൃതരെ അറിയിക്കേണ്ടതാണ്. IMDയുടെ കാലാവസ്ഥാ കേന്ദ്രം 280 മില്ലിമീറ്റർ മാത്രം രേഖപ്പെടുത്തിയപ്പോൾ മറ്റ് ഏജൻസികളുടെ മഴ സ്റ്റേഷനുകളിൽ കല്ലടയിലും പുത്തുമലയിലും ചൊവ്വാഴ്ച രാവിലെ വരെയുള്ള 24 മണിക്കൂറിനുള്ളിൽ 372 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇതേക്കുറിച്ച് തിരുവനന്തപുരത്തെ കാലാവസ്ഥാ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.